ഞാൻ ഡോക്ടർ ധീരജ്. ഒരു 60-70 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾ പലപ്പോഴും ഒ പിയിൽ വരുമ്പോൾ പറയുന്നൊരു കംപ്ലയിൻ്റ് ആണ്. അവർക്ക് കാഴ്ചക്കുറവുണ്ടാവും, അതിനോടൊപ്പം തന്നെ കറുത്ത വസ്തുക്കളിങ്ങനെ നീങ്ങുന്നു എന്ന് പറയും. കണ്ണിന് മുമ്പിലൂടെ കറുത്ത ഡോട്ടുകൾ കാണും. ഒരു വസ്തുവിനെ തന്നെ രണ്ടായിട്ട് കാണുക. ഒരാളുടെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ മൂക്കില്ലേ, നമ്മുടെ ഫേസിൻ്റെ നടുക്ക്, ആ ഡിസ്ട്രോട്ടറായിട്ട് കാണുക, അല്ലെങ്കിൽ അവിടെ കാണുന്നില്ല, സെൻട്രൽ ഭാഗത്തിന് പ്രോബ്ലം. അപ്പോൾ അവർ പറയുക ഞരമ്പിൻ്റെ പ്രശ്നമാണ് ഡോക്ടർ എന്ന് പറയും. ഞങ്ങൾ 1-2 ഡോക്ടർമാരെ കണ്ടു, ഹോസ്പിറ്റലിൽ പോയി, കണ്ണിൽ 2-3 ഇഞ്ചക്ഷൻ എടുത്തു, ലേസർ ചെയ്തു, ഓപ്പറേഷൻ ചെയ്തു, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അങ്ങനെയാണ് ഇനിയിപ്പോൾ ആയുർവേദത്തിൽ ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞ് വന്നതെന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു അസുഖത്തിൻ്റെ പേര് പല ആളുകളും പറയാറില്ല, അല്ലെങ്കിൽ അറിയില്ല. ഞരമ്പിൻ്റെ പ്രശ്നം എന്ന് പറയും. ഇതാണ് ഏജ് റിലേറ്റഡ് മാക്കുലാർ ഡീജനറേഷൻ, ARMD എന്ന് നമ്മൾ ഷോർട്ട് ഫോമിൽ വിളിക്കുന്ന ഒരു അസുഖമാണിത്. അപ്പോൾ ഇത് എന്താണ് ഈ അസുഖം, അതുപോലെ ഇതിനെന്താണ് ചികിത്സ ആയുർവേദത്തിലുള്ളത്, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. ARMD, ഏജ് റിലേറ്റഡ് മാക്കുലാർ ഡീജനറേഷൻ എന്ന് പറയുന്ന പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഏജ്, പ്രായം, റിലേറ്റഡ്, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മാക്കുലയ്ക്കുണ്ടാകുന്ന ഡീജനറേഷൻ, നശീകരണം ആണ്. അപ്പോൾ എന്താണ് ഈ മാക്കുല? നമ്മുടെ കണ്ണിൻ്റെ പുറകിലായിട്ട് ഒരു നെർവ് ലെയർ ഉണ്ട്, റെറ്റിന എന്ന് പറയും. നമ്മളൊരു വസ്തുവിനെ കാണുവാണെങ്കിൽ ആ വസ്തുവിൽ നിന്ന് വരുന്ന പ്രകാശം ആ റെറ്റിനയിലെത്തി, റെറ്റിന ആ പ്രകാശത്തെ നെർവ് ഇമ്പൾസുകളാക്കി മാറ്റി അത് ബ്രെയിനിൽ ആ ഇമ്പൾസ് എത്തുമ്പോഴാണ് നമുക്ക് കാഴ്ച സാധ്യമാകുക. അപ്പോൾ ആ റെറ്റിനയുടെ സെൻട്രൽ നടുക്കായിട്ടുള്ളൊരു ഭാഗമുണ്ട്, മാക്കുല. അതാണ് മാക്കുല എന്ന് പറയുന്നത്. ആ ഭാഗമാണ് വളരെ ഷാർപ്പായിട്ടുള്ളൊരു വിഷൻ. നമ്മൾ ചെറിയ ഒബ്ജക്റ്റുകൾ കാണുന്നു, ഒരു മുട്ടുസൂചി നോക്കുന്നു, ചെറിയൊരു സാധനം നോക്കുന്നു. അപ്പോൾ അതിൻ്റെ മൈന്യൂട്ട് ഡീറ്റെയിൽസ്, ബോർഡറുകളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നത്, കണ്ണിനെ സഹായിക്കുന്നത് ഈ മാക്കുല എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ ആ ഭാഗത്തുള്ള കോശങ്ങൾ ഇങ്ങനെ നശിച്ചു പോകുന്നു, ഡീജനറേറ്റ് ചെയ്ത് പോകുന്ന ഒരവസ്ഥയാണ് ഈ ARMD എന്ന് പറയുന്നത്. ഇനി ഇത് ആർക്കൊക്കെ എന്തുകൊണ്ടുണ്ടാകുന്നു? പ്രധാനമായിട്ട് ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ജനറ്റിക് ഫാക്ടർ, പാരമ്പര്യ ഘടകം. നമ്മുടെ പരമ്പരയിൽ, ഫാമിലിയിലൊക്കെ ആൾക്കാർക്ക് ഈ അസുഖം ഉണ്ടെങ്കിൽ നമുക്കിത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെയുള്ളത് പുകയിലയുടെ ഉപയോഗം, പ്രത്യേകിച്ച് സ്മോക്കിംഗ്, ചെയിൻ സ്മോക്കേഴ്സ് ആയിട്ടുള്ള ആളുകളിലൊക്കെ ഈ അസുഖം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഒബേസിറ്റി, പൊണ്ണത്തടി, അതുപോലെ തന്നെ അമിത രക്തസമ്മർദ്ദം, BP. പിന്നെ ഏഷ്യൻസിനേക്കാൾ കൂടുതൽ യൂറോപ്യൻസ്, അവരുടെ ഒരു പോപ്പുലേഷനിലൊക്കെയാണ് ഈ അസുഖം കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇത് 2 ടൈപ്പാണുള്ളത്. ARMD തന്നെ 2 ടൈപ്പുണ്ട്. ഒന്ന് ഡ്രൈ ARMD എന്ന് നമ്മൾ പറയും, മറ്റത് വെറ്റ് ARMD എന്ന് പറയും. അപ്പോൾ ഈ ഒരു 90% ആളുകളിലും കാണപ്പെടുന്നത് ഈ ഡ്രൈ ARMD ആണ്. അതിനൊരു പ്രശ്നമുണ്ട്, ലക്ഷണങ്ങളുണ്ടാവില്ല ഡ്രൈ ARMDയിൽ. കാഴ്ചക്കുറവുണ്ടാവും, പക്ഷേ 60-70 വയസ്സൊരാൾക്ക് കാഴ്ചക്കുറവുണ്ടെങ്കിൽ പ്രായത്തിൻ്റേതാണെന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ ഒന്നും പോയി കാണില്ല. പിന്നീട് എന്തെങ്കിലും തിമിര ശസ്ത്രക്രിയക്കോ അല്ലെങ്കിൽ ഗ്ലാസ് മാറ്റി വെക്കുന്നതിനൊക്കെ വേണ്ടി ഡോക്ടറെ കാണുന്ന സമയത്തായിരിക്കും ഇത് ഡയഗ്നോസ് ചെയ്യുക. അപ്പോൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ടാകും, പ്രോഗ്രസ് ചെയ്ത അസുഖം മുന്നോട്ട് പോയിട്ടുണ്ടാകും. അതേസമയത്ത് ഞാൻ ഈ പറഞ്ഞ വെറ്റ് ARMD ഒരു 10% ആളുകൾക്ക് മാത്രം വരുന്ന, അതിൽ ലക്ഷണങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലോട്ടേഴ്സ്, മൂവബിൾ ആയിട്ടുള്ള കറുത്ത പുള്ളികളും പാടുകളും ഒക്കെ കാണുന്നു, അല്ലെങ്കിൽ വളഞ്ഞ് കാണുന്നു, നടുക്ക് സെൻട്രലായിട്ടുള്ള വിഷനിൽ വരുന്ന പ്രശ്നങ്ങൾ, ഇതുപോലുള്ള ലക്ഷണങ്ങളുണ്ടാവും. ചില ആളുകളിൽ പെട്ടെന്ന് സഡൻ ലോസ് ഓഫ് വിഷൻ, പെട്ടെന്ന് കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയും കാണാറുണ്ട്. ഇതിനെ പ്രോപ്പറായിട്ട് ഇതിൽ ഏതാണ് നമുക്കുള്ളത് എന്നുള്ളത് വേർതിരിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ആയുർവേദ ചികിത്സയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് രണ്ടും 2 സ്വഭാവത്തിലുള്ള അസുഖങ്ങളായതുകൊണ്ട്, ഒരേ അസുഖം 2 സ്വഭാവത്തിലുള്ളതായതുകൊണ്ട് ആ ചികിത്സയിലും അതനുസരിച്ചുള്ള മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ നമ്മളിതിനെ ഡയഗ്നോസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് പൊതുവേ OCT, നോർമലായിട്ടുള്ള വിഷൻ ടെസ്റ്റുകളൊക്കെ ചെയ്യും. അതിനോടൊപ്പം തന്നെ ഒക്കുലാർ കൊഹറൻസ് ടോപ്പോഗ്രഫി എന്ന് പറയുന്ന നമ്മുടെ റെറ്റിനയുടെ പടമെടുക്കുന്ന ടെസ്റ്റുകളുണ്ട്, സ്കാനുണ്ട്. അതിലൂടെ നമുക്ക് റെറ്റിനയിൽ നീർക്കെട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ, അതായത് ഈ എഡിമ, സ്വെല്ലിംഗ് ഉണ്ടായിട്ടുണ്ടോ, മാക്കുലർ എഡിമ എന്ന് പറയുന്നത് ഉണ്ടായിട്ടുണ്ടോ എന്നറിയാൻ പറ്റും. അതുപോലെ തന്നെ സ്കാനിങ്ങിനോടൊപ്പം നമ്മൾ രക്തക്കുഴലുകളുടെ ഫോട്ടോ എടുക്കും, ഫണ്ടസ് ഇമേജ് എന്ന് പറയുന്നത്. അതിലൂടെ രക്തക്കുഴലുകൾ എങ്ങനെയാണ്, ഹെൽത്തി ആണോ എന്നൊക്കെ അറിയാൻ പറ്റും. നമ്മൾ ഡൈ ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് ചെയ്യുന്ന രക്തക്കുഴലുകളുടെ സ്കാനിലൂടെ രക്തക്കുഴലുകളിലെ ബ്ലീഡിങ്, ലീക്കേജ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. ഈ മഞ്ഞ, വൈറ്റിഷ്, യെല്ലോയിഷ്, ഒരു ഡ്രൂസൻസ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന രീതിയിലുള്ള പാച്ചുകളൊക്കെ ഉണ്ടെങ്കിൽ, അപ്പോൾ ഇതിനെയൊക്കെ വേർതിരിച്ചറിയാൻ പറ്റും. എത്രത്തോളം നീർക്കെട്ടുണ്ട്, അല്ലെങ്കിൽ ഡീജനറേഷൻ മാത്രമാണോ,
അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ചികിത്സയിലേക്കും പോകുന്നത്. അപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഇതിന് ചെയ്യുന്ന ചികിത്സകൾ ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ലേസർ പിന്നെ ഓപ്പറേഷൻസ് ഒക്കെയാണ്. അതിൻ്റെയൊക്കെ ഒരു പരിമിതി എന്ന് പറയുന്നത് ചെയ്യുന്ന സമയത്ത് പേഷ്യൻസിന് ചില ആളുകളിൽ ബെറ്റർ ആയിരിക്കും, പക്ഷെ പിന്നീടും ഇത് വീണ്ടും റീഒക്കർ ചെയ്യുന്ന സമയത്ത് ഈ പ്രൊസീജിയറുകൾ തന്നെ വീണ്ടും ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊരു പലപ്പോഴും പേഷ്യൻസ് അതൊരു ബുദ്ധിമുട്ടായിട്ടാണ് പറയാറുള്ളത്. ആയുർവേദത്തിൽ നമ്മൾ ഈ അസുഖത്തിന് ചെയ്യുന്ന ചികിത്സയുടെ പ്രത്യേകത, നമ്മൾ ആ കണ്ണിൻ്റെ സ്വാഭാവിക ഘടനയെ, സ്ട്രക്ചറിനെ യാതൊരു രീതിയിലും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. നമ്മൾ എക്സ്റ്റേണലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യും, അതായത് ലേപനങ്ങൾ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യും, ഉള്ളിലേക്കുള്ള മരുന്നുകളും കൊടുക്കും. പ്രധാനമായിട്ടും ഇപ്പം ഡ്രൈ ARMDയിലാണെങ്കിൽ നമ്മളവിടെ ഒരു ഡീജനറേഷനാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സെല്ലുകൾ നശിച്ചു പോകുന്നൊരവസ്ഥയാണ്. അപ്പം നമ്മളുടെ എയിം എന്ന് പറയുന്ന ആ ഡീജനറേഷൻ പ്രോസസ്സിനെ അറസ്റ്റ് ചെയ്യുക, അതിനെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ ആയുർവേദത്തിൽ പറയുന്ന ചക്ഷുഷ്യങ്ങളായിട്ടുള്ള ഭ്രമണമായിട്ടുള്ള മരുന്നുകളായിരിക്കും കൊടുക്കുക. അതിനോടൊപ്പം തന്നെ പഞ്ചകർമ്മ ചികിത്സ ചെയ്ത് ശരീരത്തിന് ശുദ്ധി വരുത്തിയ ശേഷം കണ്ണിന് നേത്രക്രിയാകർമ്മങ്ങൾ, ഇപ്പോൾ തർപ്പണം പോലുള്ള ചികിത്സകൾ, അതല്ലെങ്കിൽ ശിരോധാര പോലുള്ള ചികിത്സകൾ, നസ്യം പോലുള്ള ചികിത്സകളുമൊക്കെ ചെയ്ത് അതിനുശേഷം ഉള്ളിലേക്ക് കഴിക്കാനുള്ള മരുന്നുകളുമൊക്കെ കൊടുത്ത് പേഷ്യൻസിൻ്റെ കാഴ്ചയെ മാക്സിമം ആ ക്ലാരിറ്റി ഓഫ് വിഷൻ കൂട്ടുന്നതിനൊക്കെ നമുക്ക് പലപ്പോഴും സാധിക്കാറുണ്ട്. വെറ്റ് ARMDയിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നീർക്കെട്ടുണ്ടെങ്കിൽ ആ നീർക്കെട്ടിനെ കുറയ്ക്കുന്ന രീതിയിലുള്ള ചികിത്സകൾ ചെയ്യണം. ബ്ലീഡിംഗ് ഉണ്ട്, പുതിയ ബ്ലഡ് വെസൽസുകൾ, നിയോവാസ്കുലറൈസേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ രക്തസ്തംഭനങ്ങളായിട്ടുള്ള മരുന്നുകളാണ് നമ്മളവിടെ ഉപയോഗിക്കേണ്ടത് എന്ന് പറയുന്ന രീതിയിൽ ഇതിൻ്റെ ഓരോ സ്റ്റേജിനും ഓരോ വ്യക്തികൾക്കും ഉണ്ടായിട്ടുള്ള അസുഖത്തിൻ്റെ അവസ്ഥയ്ക്കനുസരിച്ചിട്ടാണ് നമ്മളിതിൻ്റെ ചികിത്സയെ ആയുർവേദത്തിൽ നമ്മൾ നോക്കിക്കാണുന്നതും ചെയ്യേണ്ടതും. ശാസ്ത്രീയമായ രീതിയിൽ അങ്ങനെയാണ് ആ ചികിത്സ ചെയ്യേണ്ടത്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ഒരു പ്രാവശ്യം ചികിത്സിച്ച ശേഷവും എല്ലാ 6 മാസത്തിലും 1 വർഷത്തിലും ഈ പറയുന്ന ഇൻവെസ്റ്റിഗേഷൻസ്, സ്കാനിങ് പോലുള്ള കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഇത് നിലവിൽ പ്രോഗ്രസ് ചെയ്യുന്നില്ല, കുഴപ്പത്തിലേക്ക് പോകുന്നില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ഒരു മാനേജബിൾ കണ്ടീഷൻ തന്നെയാണ്. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു ചികിത്സ ചെയ്യുമ്പോഴും ഐയുടെ, കണ്ണിൻ്റെ സ്വാഭാവിക ഘടനയെ യാതൊരു രീതിയിലും ഡിസ്റ്റർബ് ചെയ്യാതെ തന്നെ രോഗികൾക്ക് മെച്ചപ്പെട്ട കാഴ്ച കൊടുക്കുക എന്ന് പറയുന്നത് പലപ്പോഴും ആയുർവേദത്തിൽ ഇതിനുള്ള ചികിത്സയിലൂടെ സാധിക്കാറുണ്ട്.